മതവിശ്വാസങ്ങളിൽ അവരുടെ മതഗ്രന്ഥം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് മതങ്ങളാണുള്ളത്. ഒന്ന് ഇസ്ലാമാണ്. അവിടെ ഖുർആൻ പ്രകാരം അതേ എഴുതി വെച്ച രീതിയിലാണ് അവർ പ്രവർത്തിക്കുക. അത് നന്മയായാലും തിന്മയായാലും ലോകത്തിൻ്റെ ഭാഷയിൽ നന്മയോ തിന്മയോ അവർ കണക്കിലെടുക്കാറില്ല. അതേപോലെ തന്നെയാണ് ക്രിസ്തീയ വിഭാഗത്തിലെ ക്രിസ്ത്യൻ വിഭാഗം, അതല്ലെങ്കിൽ പെന്തക്കുസ്ത വിഭാഗം. ക്രിസ്തീയ വിഭാഗത്തിൽ നമ്മൾ കേരളത്തിൽ പൊതുവെ ക്രിസ്തീയ വിഭാഗം എന്ന് പറയുമ്പോൾ കത്തോലിക്കരെ അതിൽ കൂട്ടാറുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് വെളിയെ വരും, ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ക്രിസ്ത്യൻ എന്ന വിഭാഗം കത്തോലിക്ക എന്ന വിഭാഗമായിട്ട് വളരെ ദൂരെയാണ്. അത് വളരെ വ്യത്യസ്തമായ മതവിശ്വാസങ്ങളായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത, പ്രൊട്ടസ്റ്റന്റ്, ബാപ്റ്റിസ്റ്റ് വിഭാഗങ്ങളെ, അതുപോലെയുള്ള വിഭാഗങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ വിഭാഗം ബൈബിൾ പ്രകാരം എഴുതി വെച്ച മതഗ്രന്ഥം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്, മതമാണ് പെന്തക്കോസ്ത്. മുസ്ലിമും പെന്തക്കോസ്താണ് അതുപോലെ മുന്നോട്ട് പോകുന്ന രണ്ട് മതങ്ങൾ. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം, നമ്മളുടെ ഈ സമയം ഇപ്പോൾ ഒരാഴ്ചത്തോളം എറണാകുളത്ത് എടപ്പള്ളി ലുലു മാള് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റ് ജോർജ് പള്ളിയുണ്ട്. അപ്പോൾ അവിടെ എവിടെ നിന്നാണ് ഈ ആചാരങ്ങൾ വരണേന്നുള്ളത് നമുക്കറിയില്ല. അതിന് ചരിത്രപരമായ പ്രാധാന്യം ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ കോഴീനെ പാകം ചെയ്ത് കഴിക്കുക. മുൻകാലങ്ങളിലൊക്കെ ഞാനൊരു ചാലക്കുടി സ്വദേശിയാണ്. ഞങ്ങൾ അവിടെ നിന്നും ജീപ്പിലോ ടെമ്പോ ട്രാവലർ, മറ്റേ ട്രാക്സ് എന്ന് പറഞ്ഞ വണ്ടി, ബസ്സിലൊക്കെ ഉരുളിയും വിറകും ചെമ്പും ഒക്കെ കയറ്റിയിട്ട് പോവും. ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, തക്കാളി, സബോള, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഒക്കെ കൊണ്ടാണ് പോവുക. കുക്കിംഗ് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പം പാമ്പ് വരില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ നേർച്ച, അവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത് പാമ്പ്. ഇപ്പൊ പാമ്പ് കടിയേറ്റ് കുറെ ആൾക്കാർ, ഞാനതിനെ ഒരു ഇതാക്കി ഹാസ്യമാക്കി മാറ്റല്ല. കൊച്ചുകുട്ടികൾ, ഇപ്പൊ ചാലക്കുടി പ്രദേശത്ത് തന്നെ ഒരു കൊച്ചുകുട്ടി തലയിനൊക്കെ അടിയിൽ പാമ്പ് കടിച്ച്, സഹോദരങ്ങളെ പാമ്പ് കടിച്ച ഇതൊക്കെ വന്നിരുന്നു. അപ്പൊ ഈ പാമ്പുകൾ വരാണ്ടിരിക്കാനുള്ള വിശ്വാസ പ്രകാരമാണ് ഈ കോഴികളെ കൊടുക്കുന്നത്. അപ്പൊ ഈ വീട്ടുകാർ പോവില്ല. ഈ കോഴീനെ അവര് പോകുന്ന ചെറുപ്പക്കാർക്ക് കൊടുക്കാണ്. അപ്പൊ അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും പാമ്പ് വരും ചേച്ചി, കോഴീനെ തായോ, നല്ല നാടൻ കോഴി. ഈ ബ്രോയിലർ കോഴി 40 ദിവസത്തിന് വളരുന്ന കോഴിയല്ല, നല്ല നാടൻ 6 മാസം 1 കൊല്ലം പ്രായമുള്ള നല്ല കോഴിനെ പിടിച്ചു തരും ചേച്ചി. അവർ കഴിച്ചില്ലെങ്കിലും പാമ്പിനെ എവിടെയെങ്കിലും നല്ല നീർക്കോലിയോ എട്ടുകാലിയോ എവിടെയെങ്കിലൊക്കെ പോകണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. അത് മേടിച്ചിട്ട് ആ കോഴീനെ ഇങ്ങോട്ട് പിടിച്ചു തരും. കാരണം മുൻകാലങ്ങളിൽ ആ ഭയമാണ് മതം കൊണ്ട് നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. ആ കോഴിനെ കൊണ്ടുപോയി ഇത് ഇത്ര വരെ കള്ളുപിടിക്കും. ഞാനല്ല കേട്ടോ, കൂടെ അവിടെ ഇപ്പൊ നിങ്ങ പോയാൽ കാണാം. ഇത് ഇത്ര വരെ. ഇന്നലെ ബെന്നി ബെഹനാൻ, റോജി എം ജോൺ, കോൺഗ്രസ്സുകാർ നിൽക്കണ്ടായിരുന്നു അവിടെ, കോഴീനെ വെട്ടി തിന്നണ്ടായിരുന്നു. അവർ ഇവരുടെ വിചാരം ടി വിക്കാരെ ഇങ്ങനെ ഇവരെ കണ്ടറിഞ്ഞ് പറഞ്ഞത് അവർ വിളിച്ചു വരുത്തിയതാ. ഈ ചാനലുകാർ ഇന്നലെ ഇത് നമ്മളെ പ്ലാന്റഡ് ന്യൂസ് എന്ന് അതിനെ പറയാ. ബെന്നി ബെഹനാൻ ചാലക്കുടി MP ആണ്. ഇയാള് പോയിട്ട് ബെന്നി ബെഹനാൻ എവിടെ, ക്യാമറ തേനാന്നും പറഞ്ഞ ഒരാളും വരാൻ പോകില്ല. അവരോടൊക്കെ അറിയിച്ചിട്ട് അവർ വന്നതാ. അപ്പോൾ ബെന്നി ബെഹനാൻ ഒരു ഷോ കാണിക്കാണ്ടായിരുന്നു. ഇവിടെ ഞാൻ കോഴിനെ വെക്കണ്, ഞാൻ വലിയ ഭക്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഉണ്ടായത്. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതാ. അപ്പോൾ ഈ മതവിശ്വാസം പാമ്പിനെതിരെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറുപ്പകാലത്ത് 15-16 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് പോകുന്നു, ബസ്സിലും കാറിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറി പോകുന്നു, ഉരുളി ചെമ്പൊക്കെ കൊണ്ട് പോകുന്നു, നല്ല കുപ്പികൾ ആയിട്ട് പോകുന്നു. അന്നത്തെ കാലത്ത് ഈ മറ്റേ 2 വരി പാത, എടപ്പള്ളിയിൽ നിന്ന് ചേർത്തല വരെയുള്ള 2 വരി പാത ഒക്കെ വന്നിട്ടൊരു 25-30 കൊല്ലാവുന്നുള്ളൂ. അതിനു മുമ്പൊക്കെ ഇത് വിജനമായ പ്രദേശം. അതിന്റെ പടിക്കിട്ടിട്ട് 4 കല്ലങ്ങട് കൂട്ടി വിറകങ്ങട് വെച്ചു, കത്തിച്ചു, ഉരുളി വെച്ചു, അടി തുടങ്ങി, സാധനം ടച്ചിങ്സ് ആയി. അതാണ് അവിടുത്തെ ആചാരം. ഇത് അല്ലാന്ന് എത്ര കള്ളപ്പാതിരിമാർ ഇതിനെ അലക്കി വെളുപ്പിച്ചാലും അതാണ് സംഭവം. അവിടെ പോയി മാന്യമായി നല്ല കോഴിക്കറി വെക്കാൻ അറിയണം. നല്ല ആണുങ്ങൾ കോഴിക്കറി വെക്കൂട്ടാ. നന്നായിട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞ് കോഴിക്കറിയൊക്കെ വെച്ച്, ചിലർ ഉരുളക്കിഴങ്ങിടും, ഉരുളിയിൽ വേവും, ഇല കൊണ്ട് മൂടി വെക്കും. എന്നിട്ട് ഈ കോഴീനെ തൊലി പൊളിക്കില്ല. നല്ല നാടൻ കോഴി തൊലി പൊളിക്കേണ്ട ആവശ്യമില്ല. അത് കരിച്ചിട്ട് അതിന്റെ പപ്പും തോലൊക്കെ അപ്പുറത്ത് വീട് മേലേക്ക് എറിയും. വലിയൊരു ആചാരങ്ങളെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ അവരുടെയൊക്കെ ജീവിതം തൊലച്ച് പണ്ടാറടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പപ്പും തോലൊക്കെ അങ്ങോട്ട് എറിയും. അവരുടെ വീടുമേലേക്കും അവരുടെ മതിലുമേലേക്കൊക്കെ എറിഞ്ഞ് ഇതൊക്കെയാണ് അവിടെ സംഭവിക്കാറ് ആചാരമായിട്ട് കത്തോലിക്ക സഭയുടെ. ഇത് വിശ്വസിക്കുന്നത്
പുണ്യാളൻ ജോർജ് പുണ്യാളൻ സെയിന്റ് ജോർജ് അവിടെ ഒരു കുതിരേമ ഇരുന്നിട്ട് പാമ്പിനെ കുത്തുന്ന ഫോട്ടോ എടപ്പള്ളി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഒരു പാമ്പിനെ കുന്തത്തോണ്ട് കുത്തിന്ന് പറയണം. അദ്ദേഹം അതോടുകൂടി പുണ്യാളനായി. അദ്ദേഹം അതിൽ ഹീറോണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ നാടൻ കോഴി. നല്ല കാര്യമാണ്. ഞാൻ അടുത്ത തവണ വരുമ്പോൾ എടപ്പള്ളി പെരുന്നാൾ, തൃശ്ശൂർ പൂരം അതൊക്കെ ഒരുമിച്ച് നമുക്ക് കൂടാൻ പറ്റും. വരുമ്പോൾ ആ ഒരു സീസണിലാണ് വരണമെന്ന് തുടങ്ങി. പിന്നെ അമ്പ് പെരുന്നാളുകൾ, ഇത് ആചാരങ്ങൾ. അപ്പം നമ്മൾ വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ ഇതിനെപ്പറ്റി, അതായത് നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ ആചാരങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട ദിവസം ഇല്ല എന്നൊക്കെയാണ് ബൈബിൾ പറഞ്ഞേക്കണേ. എന്നാൽ ഈ പാതിരിമാർ ഇതിനെ അങ്ങോട്ട്, അതായത് ഈ പാതിരിമാർ ഇവർ 15 കൊല്ലം ദൈവശാസ്ത്രവും തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിച്ചവരാണ്. അവരാണ് ഇത് പ്രചോദിപ്പിക്കണേ. കാരണം ഈ സാധനം ഇപ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ പറയാണ് ഇനി വേണ്ടാട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആൾക്കൂട്ടമല്ലല്ലോ, ഇല്ലാണ്ടാവും, പള്ളിയൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആൾക്കൂട്ടമായിട്ട് കൊണ്ട് നടക്കണത്. ശരിയായ വിശ്വാസം വേണമെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ ആ ഒരു ആത്മീയതയിൽ കൊണ്ടുവരണമെങ്കിൽ ഇതൊന്നല്ല വിശ്വാസം എന്ന് പറയുന്നത്. ആൾക്കാരെ കൂട്ടാനായിട്ട് ഒരു ഇതാണ് ഈ പാതിരിമാർ കൊണ്ടുവരുന്നത്. കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലൊക്കെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഒരു 150 പള്ളിയുണ്ട്. അവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഭയങ്കര വിശ്വാസമാണ്. അവിടെ ഇറ്റലിക്കാരൻ അങ്ങോട്ടാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. അദ്ദേഹം അമ്പ് ചെയ്തപ്പെട്ട് കൊല്ലപ്പെട്ടു. ഈ അമ്പും കൊണ്ടാ നടക്കണേ. അതുമ്പോ തൊട്ടുമുത്തി ഈ പാതിരിമാര് പറയും അതിനെ ആരാധിക്കണമെന്നില്ല, വെറുതെ അമ്പും കൊണ്ടുപോണ്. അവിടെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് അതുമ്പോ തൊട്ടുമുത്തി കോഴിമുട്ട, കുരുമുളക്, അരിമണി ഒരു പ്ലേറ്റിൽ അമ്പും കൊണ്ട് ഇവരെല്ലാ വീട്ടിലും ചെല്ലും, അതിന് തൊട്ടുമുത്തുന്നു. അതാണ് അവരുടെ ദൈവം. യേശുക്രിസ്തു അവരെ ആരാന്നൊന്നും ഇവർക്കറിയില്ല, അവരെ പഠിപ്പിക്കൂല. അതാണ് കത്തോലിക്ക സഭ. ഇത് യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നോ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, നീ ആകാശത്തിന് താഴെ ഭൂമിയിൽ ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുതെന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചു പോയി വചനത്തിൻ്റെ ഇതറിയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കില്ല അവർ, ഇത് പറയില്ല. അവർ പറയും ഈ സാധനം കൂട്ടി നടക്കുമ്പോൾ അന്ന് വൈകുന്നേരം കള്ളുണ്ട്, ഭക്ഷണം വെക്കാൻ കൂടാനായിട്ടൊക്കെ ഉള്ളൊരു അവസരം. അപ്പോൾ ഈ ആൾക്കൂട്ടം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് കത്തോലിക്ക സഭ. അതിന് വേറൊരു ഉദാഹരണമാണ് ഈ മാർപ്പാപ്പ നല്ലൊരു മനുഷ്യനാണ്. ഇദ്ദേഹം ഇവിടെ ഇത്തവണ സ്ഥാനമേറ്റെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച് ലിയോ മാർപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞേ, ഇനി മുതൽ മാതാവ് യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയം സഹരക്ഷകയല്ല. അതായത് ഈ രൂപം കൊണ്ട് സഹരക്ഷകയല്ല. അപ്പോഴേക്കും കേരളത്തിലെ പാതിരിമാര് ചാടി വീണില്ലേ, എന്താ പറയണേ. അത് വേണമെങ്കിൽ പള്ളി പോയി പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അടുത്ത് എടുക്കണ്ട, കേരള സഭയോട് വേണ്ട, റോമിൽ വെച്ചാൽ മതി ആ കളി. മാതാവ് സഹരക്ഷയല്ല. കാരണം ഈ സാധനത്തിൻ്റെ ഒരു 1.5-2 അടി 24 ഇഞ്ച് പൊക്കത്തിൽ ഒരു സ്ത്രീയുടെ രൂപം ഉണ്ടാക്കും, വിഗ്രഹം. എന്നിട്ട് അതും ഒരു സാരി ചുറ്റും. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വേളാങ്കണ്ണി വന്നു കഴിഞ്ഞാൽ അത് ഇതായി. യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയത്തിനെ അവഹേളിക്കാവുന്നത്ര അവർ അവഹേളിക്കും. എന്നിട്ട് ഒരു സാരിമേ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മ അവർക്ക്. വിഗ്രഹമല്ല, വിഗ്രഹമല്ല. അതിന്മേ തൊട്ടുമുത്തിയാൽ മുത്തില്ല എന്ന് അച്ഛന്മാർ പറയും, പക്ഷെ സത്യത്തിൽ അതിനെ തൊട്ടുമുത്തിയാണ് ഇന്നത്തെ കത്തോലിക്ക വിശ്വാസം മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതൊക്കെ ബൈബിളിൽ ഉണ്ട് കേട്ടാ. എടപ്പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു വെക്കണം. നിങ്ങൾ മുഴുവനും ബൈബിൾ വായിച്ചാൽ കാണാം. എറണാകുളത്ത് എടപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കോഴീനെ വെട്ടി തിന്നണമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അമ്പും വില്ലും, സെബാസ്റ്റ്യാനസിനെ കൊന്ന അമ്പ് കൊണ്ട് നിങ്ങൾ നടക്കണം, അതിനെ തൊട്ട് മുത്തണം. അതാണ് ആഘോഷം. യേശുക്രിസ്തു ഇല്ല എന്നുള്ളതാണ് കത്തോലിക്ക സഭ. ഇതൊന്നും ഇവർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല കേട്ടോ. പാതിരിമാരൊന്നും വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. അപ്പം ഇതാണ് എടപ്പള്ളി പള്ളിയിലെ വിശ്വാസം. സെയിൻറ്റ് ജോർജ് കുത്തിക്കൊന്ന അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ള പോലെയാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഇത്തിരി കൂടി അതിനെപ്പറ്റി ഞാനിതിനെ ഒരു ഹാസ്യം എന്നോണം പറഞ്ഞുവെങ്കിലും നിങ്ങളും ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്, ആരെങ്കിലുമൊക്കെ പാതിരിമാരോ ആരെങ്കിലുമൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച്. അവിടുത്തെ ജനങ്ങൾ പണ്ട് ഇപ്പോൾ ഈ വടക്കേന്ത്യ എന്നുള്ള പോലീസ് ഓഫീസർമാർ IPS പാസ്സായവരൊക്കെ വന്നേ പിന്നെ റോട്ടിലോട്ട് വെപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടിക്ക് നിങ്ങൾ ആഘോഷം അവിടെ പോയി വേറെ എവിടെയെങ്കിലും പോയി ചെയ്താൽ മതി. നിങ്ങളുടെ ആഘോഷം റോട്ടിലിറങ്ങണ എല്ലാ പരിപാടിയും നിർത്തലാക്കണം. റോട്ടിൽ പോയി പള്ളിപ്പെരുന്നാളും ഉത്സവവും റോട്ടിലിറങ്ങി വണ്ടി തടഞ്ഞുള്ള പരിപാടിയും വേണ്ട. അതിൻ്റെ ഒക്കെ നിങ്ങളുടെ അമ്പലങ്ങളിലും ഇതും. ഇപ്പം അതുകൊണ്ട് വേറൊരു ഗുണം, ആ എടപ്പള്ളിക്ക് ചുറ്റുമുള്ള വീട്ടുകാരുടെ അവിടെ ഒരു 500-1000 രൂപ കൊടുത്തിട്ട് അവർ ഇത്തിരി ചെറിയ സ്പോട്ട് തരും, അവിടെ ഇട്ട് വേവിച്ച് തിന്നണേ. അപ്പോൾ വരുന്നു, ഒരു കോഴി നേർച്ചയ്ക്കായിട്ട് കൊടുക്കും. എടപ്പള്ളി പള്ളിയിൽ ഉരുളി വെക്കുന്നു,
കുപ്പി പൊട്ടിക്കുന്നു, അടിക്കുന്നു. ആഘോഷമാണ്, ആഘോഷം. ബൈബിളിൽ പറഞ്ഞ പോലെ തന്നെ ആഘോഷം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സഭയും എന്താ ഉഷാറ്, എന്താ ഉഷാറ്. ഇതാണ് ആഘോഷം എന്ന് പറയുന്നത്.